നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി 3rd സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ്. അതിലെ രണ്ടാമത്തെ മൊഡ്യൂളായ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തത്. ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് ചില ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് ആയിട്ട് തരും. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കയ്യിൽ വിൽക്കാതെ ബാക്കിയുള്ള ഗുഡ്സ്, ആ വർഷം അവസാനം നമ്മുടെ കയ്യിൽ എത്ര ഗുഡ്സ് ആണോ റിമൈനിങ് ആയിട്ട് അൺസോൾഡ് ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് പറയുന്നത്. അപ്പം ചില കേസിൽ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്ര രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ഡയറക്റ്റ് തരും. അങ്ങനെ തരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് ഓഫ് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ എത്ര രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഉള്ളത് എന്ന് തരില്ല. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നോക്കാം, വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് ഗുഡ്സ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തിയറി പറയാം. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതായത് കുറച്ച് എക്സ്പെൻസസ് കൂടി ആ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ എക്സ്പെൻസസ് ആണ് ആഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടത്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2-ലാണ് നമ്മുടെ ഇൻവെന്ററിയെ പറ്റി പറയുന്നത്. എനി സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് നോൺ. അപ്പം നമ്മൾ എപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് അതല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേതാണോ കുറവ് അതാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. In consignment by cost, we means the original cost of the goods at which the pro forma invoice is prepared plus proportionate of all non-recurring expenses. എന്നാൽ നമ്മൾ കൺസൈൻമെൻറ്റിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് തയ്യാറാക്കും അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രൊഫോമ ഇൻവോയ്സ് എന്താണ് എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഫോമ ഇൻവോയ്സിനകത്ത് എത്രയാണോ ആ ഗുഡ്സിൻ്റെ വില, ആ വിലയോടൊപ്പം എല്ലാ നോൺ റെക്കറിങ് എക്സ്പെൻസസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് നോൺ റെക്കറിങ് എക്സ്പെൻസ്, എന്താണ് റെക്കറിങ് എക്സ്പെൻസ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാ എക്സ്പെൻസസും, അത് കൺസൈനറിൻ്റെ ആയിക്കോട്ടെ കൺസൈനിയുടെ ആയിക്കോട്ടെ, എല്ലാ എക്സ്പെൻസസും, അതായത് കൺസൈനർ ഗുഡ്സ് അയച്ച് കൺസൈനറുടെ ഗോഡൗണിൽ എത്തുന്നത് വരെയുള്ള എക്സ്പെൻസസ്, ഈ എക്സ്പെൻസസ് എല്ലാം തന്നെ നമുക്ക് നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറയാം. കാരണം ഈ എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നില്ല, ആവർത്തിക്കുന്നില്ല. അഥവാ അടുത്ത കൺസൈൻമെൻറ്റ് സമയത്ത് മാത്രമേ അത് വീണ്ടും ഉണ്ടാവുന്നുള്ളൂ. ഒരു അതായത് ആ ഒരു ഗുഡ്സ് അയച്ച് കൺസൈനറുടെ കയ്യിൽ ഗോഡൗണിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു എക്സ്പെൻസസ് ആ ഒരു തവണ മാത്രമേ സംഭവിക്കൂ. അങ്ങനെയുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. പാക്കിങ്, ഫോർവേഡ് ചാർജിങ്, ഫ്രൈറ്റ്, ഒക്ട്രോയി, ഇൻഷുറൻസ് ഇൻ ട്രാൻസിസ്റ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ്, കാർട്ടേജ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, ഇത്രയുമാണ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് മാത്രമേ എടുക്കൂ. അതായത് ഇപ്പം നമുക്ക് ഓരോ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ കൺസൈനർ അയച്ച മൊത്തത്തിലുള്ള ടോട്ടൽ ഗുഡ്സിൻ്റെ എക്സ്പെൻസസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പം നമ്മൾ അത്രയും ടോട്ടൽ എക്സ്പെൻസസ് ഇവിടെ എടുക്കണ്ട. ഓരോ എക്സ്പെൻസസിൻ്റെയും പ്രൊപ്പോർഷനേറ്റ്, അതായത് ഇപ്പം എത്ര ഗുഡ്സ് ആണോ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള എക്സ്പെൻസസ് മാത്രം ഈ ക്ലോസിംഗ് സ്റ്റോക്കിനോടൊപ്പം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിക്കും. അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൺസൈൻമെൻറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് പ്രൊഫോമ ഇൻവോയ്സിൽ എത്രയാണോ ആ ഗുഡ്സിൻ്റെ വില അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൺസൈനറിൻ്റെയും കൺസൈനിയുടെയും എല്ലാ നോൺ റെക്കറിങ് എക്സ്പെൻസസ്, ആവർത്തിക്കാത്ത എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ കൺസൈനിയുടെ എക്സ്പെൻസസ് എടുക്കുമ്പോൾ ഈ ഗുഡ്സ് കൺസൈനിയുടെ ഗോഡൗണിൽ എത്തുന്നത് വരെയുള്ള എക്സ്പെൻസസ് ആണ്, അതുവരെയുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ള മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി പറയുന്നത് എക്സ്പെൻസസ് ഇൻക്വയർഡ് ഓൺ എ കൺസൈൻമെന്റ് ആഫ്റ്റർ ബ്രിങ്ങിങ് ദ ഗുഡ്സ് ടു ദി ഗോഡൗൺ. അതായത് ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞാൽ കൺസൈനർ ഗുഡ്സ് അയച്ചു, കൺസൈനറുടെ ഗോഡൗണിൽ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള എക്സ്പെൻസസ് എല്ലാം എന്തായിരിക്കും, റെക്കറിങ് എക്സ്പെൻസസ് ആയിരിക്കും. അതായത് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റെക്കറിങ് എക്സ്പെൻസസ് ഒരിക്കലും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ് റെക്കറിങ് എക്സ്പെൻസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഗോഡൗൺ റെന്റ് ആൻഡ് ഇൻഷുറൻസ്, നമുക്കറിയാം റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസസ് എല്ലാ മാസവും നമ്മൾ അടയ്ക്കേണ്ടതാണ് അല്ലേ.
നമ്മൾ ഓരോ മാസവും എന്ത് ചെയ്യണം, ഗോഡൌണിന് റെന്റ് കൊടുക്കണം. അപ്പം ആവർത്തിക്കുന്നതാണ് അല്ലെ, എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നത് കൊണ്ട് അതിനെ നമുക്ക് റെക്കറിങ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, നമ്മൾ ഇൻഷുറൻസ് ഗുഡ്സിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ മന്ത്ലി പേയ്മെന്റ് ഉള്ളത് കാണാം, ക്വാർട്ടർലി കാണാം, ഹാഫ് ഇയർലി കാണാം. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, ആവർത്തിക്കുന്നതാണ്. അതുപോലെ സെയിൽസ്മാൻ സാലറി ആൻഡ് കമ്മീഷൻ, സാലറി എന്ന് പറയുന്നതും എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്നതാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓരോ തവണ സെയിൽസ് നടത്തുമ്പോഴും കൊടുക്കുന്നതാണ്. അതുപോലെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നതും റെക്കറിംഗ് ആണ്, ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഗോഡൌൺ റെന്റ്, ഇൻഷുറൻസ്, സെയിൽസ്മാൻ സാലറി, കമ്മീഷൻ, അതുപോലെ അഡ്വർടൈസ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കും, റെക്കറിംഗ് നേച്ചറാണ്, ആവർത്തിക്കുന്ന സ്വഭാവമുള്ള എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും കൺസൈൻമെന്റിന് ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് എടുക്കാറില്ല. ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എടുക്കാത്ത എക്സ്പെൻസ് ആണ്, അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഈ എക്സ്പെൻസസ് എടുക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്ന് ഒരു പ്രോബ്ലം നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പം നമുക്ക് ഒരു അൺസോൾഡ് ഗുഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വളരെ ചെറുതായി അതായത് ക്വസ്റ്റ്യനകത്ത് മെയിൻ കാര്യങ്ങൾ മാത്രം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, എക്സ് ഓഫ് കൊളംബോ കൺസൈൻഡ് ഗുഡ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ₹20,000 ടു ഹിസ് ഏജന്റ് വൈ അറ്റ് കൊച്ചിൻ. കൊച്ചിനിലുള്ള വൈക്ക് കൊളംബോയിലുള്ള എക്സ് എന്ന് പറയുന്ന കൺസൈനർ 20,000 രൂപ വിലയുള്ള ഗുഡ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് അയാൾ അയച്ച ഗുഡ്സ് എത്രയാണ്, മൊത്തത്തിൽ അയാൾ അയച്ചത് 20,000 രൂപയുടെ ഗുഡ്സ് ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇവിടെ എക്സിനുണ്ടായ എക്സ്പെൻസ് ആണ്, അതായത് ഈ ഒരു അയച്ചു കൊടുക്കാൻ നേരത്ത് എക്സ് എന്ന് പറയുന്ന കൺസൈനർ, ഇവിടെ നമുക്ക് എക്സ് ആണ് കൺസൈനർ, വൈ ആണ് കൺസൈനർ. അപ്പോൾ അവർക്കുണ്ടായ എക്സ്പെൻസ് പറയുന്നു 4,000 ആണ്. ഇൻക്വയർഡ് 4,000 ഫോർ പാക്കിങ്, ഫോർവേഡിങ് ആൻഡ് ഫ്രൈറ്റ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കൺസൈനറിനുണ്ടായ എക്സ്പെൻസ്, അതുകൊണ്ട് ഞാനിവിടെ കൺസൈനേഴ്സ് എക്സ്പെൻസ്, അതായത് എക്സ് എന്ന് പറയുന്ന ആളാണ് കൺസൈനർ, അയാളുടെ എക്സ്പെൻസ് 4,000 ആണ്. പിന്നെ പറയുന്നു വൈ ടുക്ക് ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആഫ്റ്റർ സ്പെൻഡിങ് 6,000 ഫോർ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജ്. ഇവിടെ വൈ ആ ഗുഡ്സ് ഏറ്റെടുത്തപ്പോൾ വൈക്ക് ഇവിടെ ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് ആയിട്ട് ഒരു 6,000 രൂപ ചെലവായി. അപ്പം ഇവിടെ വൈയുടെ കൺസൈനിയുടെ എക്സ്പെൻസ് 6,000 രൂപയാണ്. അപ്പം നമ്മൾ എപ്പോഴും കൺസൈനിയുടെ എക്സ്പെൻസ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. സെയിൽസ് എക്സ്പെൻസ് വന്നാൽ അതും കൺസൈനിയുടെ ആണെന്ന് മറക്കും. എപ്പോഴും സെയിൽസ് എക്സ്പെൻസ് ക്വസ്റ്റ്യന് ലാസ്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടപാടെ കൺസൈനിയുടെ എക്സ്പെൻസ് 6,000 മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചതിന് ശേഷം മാത്രമേ കൺസൈനിയുടെ എക്സ്പെൻസ് ടോട്ടൽ എത്രയാണെന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം കൺസൈനിയുടെ എക്സ്പെൻസ് 6,000 മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ തുടക്കത്തിൽ. അതുകൊണ്ട് കൺസൈനീസ് എക്സ്പെൻസ് 6,000 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇവിടെ he sold 3/4 of goods for 30,000 for which he is entitled to a commission of 5%. അപ്പോൾ ഇവിടെ 20,000 രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തെങ്കിലും 3/4 മാത്രം, അതായത് അയച്ച ഗുഡ്സിന്റെ ഒരു 3/4 ഭാഗം മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, കൺസൈനി വിറ്റിട്ടുള്ളൂ. വിറ്റത് 30,000 രൂപയ്ക്കാണ്. അപ്പോൾ 20,000 രൂപ വിലയുള്ള ഗുഡ്സ് കൺസൈനി എന്ത് ചെയ്തു, അതിന്റെ 3/4 ഭാഗം മാത്രം, അതായത് മൊത്തം 20,000 രൂപ വിലയുള്ള ഗുഡ്സ് അത്രയും വിറ്റിട്ടില്ല. ആ 20,000ന്റെ 3/4 ഭാഗം മാത്രം എന്ത് ചെയ്തു, വിറ്റത് 30,000 രൂപയ്ക്കാണ്. അതിന് കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷൻ 5% ആണ്. പിന്നെ പറയുന്നു ഇവിടെ സെയിൽസ് എക്സ്പെൻസ് ഉണ്ടായി 600. അപ്പൊ കൺസൈനിയുടെ എക്സ്പെൻസ് മൊത്തം 6,600 ആണ്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ക്ലോസ് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നേ? ഇവിടെ പറയുന്നു 3/4, അതായത് 4/3 മാത്രമേ വിറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അപ്പൊ അതായത് മൊത്തവും വിറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മൊത്തം 4/4 ആണെങ്കിൽ അതിൽ 4/3 വിറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുണ്ട്, 4/1 ഭാഗം വിൽക്കാതെ ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എത്ര രൂപ, അല്ലെങ്കിൽ ഈ അയച്ച 20,000 രൂപയുടെ ഗുഡ്സിൽ 4/1 ഭാഗം എന്തുണ്ട്, വിൽക്കാതെ ഇരിപ്പുണ്ട്. അപ്പൊ എത്രയാണെന്ന് നോക്കുക. മൊത്തം 5,000 രൂപയുടെ ഗുഡ്സ് എന്തുണ്ട്, ഇവിടെ വിൽക്കാതെ ഇരിപ്പുണ്ട്. അപ്പൊ നോക്കിയാൽ അപ്പൊ ഇതെന്താണ്, അതിന്റെ കോസ്റ്റ് പ്രൈസ് മാത്രമാണ്. അതായത് അയാൾ അയച്ചു തന്ന വില പ്രകാരം ഇപ്പോൾ 5,000 രൂപയുടെ ഗുഡ്സ് ആണ് എന്തുള്ളത്, നമ്മുടെ കയ്യിൽ വിൽക്കാതെ ഉള്ളത്. ഇനി ഈ 20,000 രൂപയുടെ ഗുഡ്സ്, അതായത് ഈ 5,000 ഉൾപ്പെടുന്നതാണല്ലോ 20,000. ഈ 20,000 രൂപയുടെ ഗുഡ്സ് അയക്കാൻ വേണ്ടി അയാൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, 4,000 രൂപയുടെ ചെലവുണ്ടായിട്ടുണ്ട്, 6,000 രൂപയ്ക്ക് കൺസൈനിക്ക് ചെലവുണ്ടായി. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗുഡ്സും കൂടെ അയക്കാൻ വേണ്ടിയിട്ടാണ്, മൊത്തത്തിലുള്ള ഗുഡ്സ് അയക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം,
ഈ 5000 രൂപയുടെ ഗുഡ്സിനുണ്ടായ ചെലവുകൾ മാത്രം ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെയാണ് അൺസോൾഡ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് എത്രയാണ്? 20,000 രൂപയുടെ ഗുഡ്സിനകത്ത് 1/4 മാത്രം വിറ്റില്ല. അതായത് 5000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അതിനോടൊപ്പം ഇനി ആഡ് ചെയ്യേണ്ടത് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് കൺസൈനർ. കൺസൈനറിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 4000 ആണ്. അതിനകത്ത് ഈ അൺസോൾഡ് ഗുഡ്സിന്റെ മാത്രം എക്സ്പെൻസ്, അതായത് 4000ന്റെ 4/1, അത് എത്ര ആയിരിക്കും? 1000. അത് മാത്രം ആഡ് ചെയ്യണം. ദെൻ വീണ്ടും ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് കൺസൈനി. ഇവിടെ കൺസൈനിയുടെ എന്താണ്? പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസ്. അപ്പൊ കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺസൈനിക്ക് ഉണ്ടായ, അതായത് ആ ഗോഡൌണിൽ എത്തുന്നതിന് മുന്നേ വരെയുള്ള എക്സ്പെൻസ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ കൺസൈനിയുടെ എക്സ്പെൻസ് 6000 ഉണ്ട്, പിന്നെ ഒരു സെയിൽസ് എക്സ്പെൻസ് 600 ഉണ്ട്. അപ്പോൾ സെയിൽസ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഗോഡൌണിൽ എത്തി ആ ഗുഡ്സ് വിറ്റതിന് ശേഷം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പാടില്ല. ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല. അപ്പം നമ്മളിവിടെ ഏത് മാത്രമേ എടുക്കാവൂ? ഈ പറഞ്ഞ ഗോഡൌൺ റെന്റ്, അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ള എക്സ്പെൻസ് വന്നാൽ അത് എടുക്കരുത്. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഇവിടെ മൊത്തത്തിൽ ഈ ഒരു 6000 രൂപ എന്ന് പറയുന്നത് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജിന് വേണ്ടി മാത്രം ഉണ്ടായതാണ്. അപ്പം അത് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് അത് മാത്രം എടുക്കാം. അപ്പം അതും 6000 ഇൻറ്റു 1/4 ക്ലോസ് സ്റ്റോക്കിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് 1500 വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് 7500 രൂപയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ ഇവിടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ കൺസൈനി ആ 20,000 രൂപ വിലയുള്ള ഗുഡ്സിന്റെ 3/4 മാത്രമാണ് വിറ്റത് എന്ന് പറയുന്നത്. അപ്പൊ 3/4 വിറ്റോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തണം 1/4 അവിടെ റിമൈനിങ്, അതായത് അൺസോൾഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ ക്ലോസ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് മാത്രം എടുക്കാം. അത് 20,000 ഇൻറ്റു 1/4. 1/4 വന്നതെന്ന് വെച്ചാൽ 3/4 ആണ് വിറ്റത്. അപ്പം റിമൈനിങ് എത്രയാണ്? 1/4. അപ്പൊ 20,000 എന്ന് പറയുന്നത് അയാൾ അയച്ച ഗുഡ്സ്, മൊത്തത്തിൽ അയച്ച ഗുഡ്സിന്റെ വിലയാണ്. ആ 20,000നെ എന്ത് ചെയ്യുക? 1/4 മാത്രം കണ്ടുപിടിക്കാം. അതായത് 5000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഗുഡ്സ് അയച്ചപ്പോൾ നമുക്കുണ്ടായ എക്സ്പെൻസസും കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതും പ്രൊപ്പോർഷനേറ്റ്, ഈ ഗുഡ്സിന്റെ മാത്രം എക്സ്പെൻസസ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് കൺസൈനറിന്റെ എക്സ്പെൻസ് ആണ്. ഇപ്പൊ കൺസൈനറുടെ ടോട്ടൽ എക്സ്പെൻസ് 4000 ആണ്. അതേ ഇൻറ്റു എത്രയാണ്? 1/4 എടുക്കുക. അപ്പൊ 1000 രൂപയാണ് കൺസൈനർ, അതായത് ഈ 5000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി അയാൾക്കുണ്ടായ എക്സ്പെൻസ് 1000 ആണ്. അപ്പൊ അത് നമ്മൾ കൂട്ടുക. ദെൻ വീണ്ടും കൺസൈനിയുടെ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് എടുക്കുക. കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കുമ്പോൾ കൺസൈനിയെ സംബന്ധിച്ച് റെക്കറിംഗ് ആൻഡ് നോൺ റെക്കറിംഗ് 2 എക്സ്പെൻസസും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൺസൈനിയുടെ റെക്കറിംഗ് എക്സ്പെൻസ് മാത്രം എടുക്കുക. ഇവിടെ കൺസൈനിക്ക് 2 എക്സ്പെൻസ് ആണുള്ളത്. ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജ് ഒരു 6000 ഉണ്ട്, സെയിൽസ് എക്സ്പെൻസ് ഒരു 600 ഉണ്ട്. അപ്പോൾ സെയിൽസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ആണ്, അപ്പോൾ അത് എടുക്കാൻ പാടില്ല. ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജ് എന്ന് പറയുന്ന 6000 രൂപ മാത്രം എടുക്കുക. അതും 6000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് ആണ്, നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ എത്രയാണോ അൺസോൾഡ്, 1/4 ആണ് അൺസോൾഡ്, അത് മാത്രം എടുക്കുക. അപ്പോൾ 6000 ഇൻറ്റു 1/4, അപ്പോൾ നമുക്ക് 1500 കിട്ടി. ഇനി ഈ 5000, 1000, 1500 ഈ 3 കാര്യങ്ങളും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ എന്താണ് ക്ലോസ് സ്റ്റോക്കിന്റെ വാല്യൂ. അതായത് 7500 രൂപയുടെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിൽക്കാതെ ഇരിപ്പുണ്ട്. ഇതാണ് ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ 7500 നേരെ എഴുതണം വാല്യൂ ഓഫ് ക്ലോസ് സ്റ്റോക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോസ് സ്റ്റോക്ക് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റം എഴുതുന്നതിനോടൊപ്പം ഇതും എഴുതണം. അതെങ്ങനെയാണെന്ന് ഇനി നോക്കാം. അപ്പോൾ നമുക്കിനി നമ്മൾ ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു 7500. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മൾ ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് സ്റ്റോക്ക് എഴുതാം.
അപ്പൊ ആദ്യം എഴുതേണ്ട എന്താണ്, ക്വസ്റ്റ്യനകത്ത് പറയുന്നു 20,000 രൂപ വിലയുള്ള ഗുഡ്സ് കൺസൈനിക്ക് അയച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ടിനകത്താണ് ഇത് എഴുതേണ്ടത്. എവിടെയാണ് എഴുതേണ്ടത്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ആണ്. അതായത് കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ വരും? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പൊ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതണം? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. എത്ര രൂപയാണ്? 20,000 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പം കൺസൈനിക്ക് 20,000 രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തു. അത് നമ്മൾ എവിടെയാണ്? കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് 20,000 എഴുതി. രണ്ടാമത് പറയുന്നത് എന്താണ്? കൺസൈനറിന് ഈ ഒരു ഗുഡ്സ് അയച്ചു കൊടുത്തത് കൊണ്ട് 4,000 രൂപ പാക്കിംഗ്, ഫോർവേഡിംഗ്, ഫ്രൈറ്റ് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടായി. അപ്പൊ കൺസൈനറിന്റെ എക്സ്പെൻസസ് എപ്പോഴും എവിടെ ആയിരിക്കും എഴുതേണ്ടത്? എക്സ്പെൻസസ് എല്ലാം, ഇത് നോമിനൽ അക്കൗണ്ട് നേച്ചർ ആണല്ലോ, അപ്പം എക്സ്പെൻസസ് എല്ലാം ഇവിടെ എഴുതണം, ഡെബിറ്റ് സൈഡ് എഴുതണം. അപ്പൊ കൺസൈനറിനാണ് എക്സ്പെൻസ് ഉണ്ടായത്, അതുകൊണ്ട് നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. എമൗണ്ട് 4,000. ദെൻ അടുത്ത പറയുന്നത് Y took a delivery of the goods and spending 6,000 for duty and clearing charges. അപ്പോൾ Y ഇവിടെ ആ ഗുഡ്സ് ഏറ്റെടുത്തപ്പോൾ Yക്ക് 6,000 രൂപയുടെ ചെലവുണ്ടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ ആദ്യം കാണുന്നത് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ മൊത്തം നോക്കണം. എപ്പോഴും സെയിൽസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും, അത് ക്വസ്റ്റ്യൻ്റെ സെയിൽസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ സെയിൽസ് എക്സ്പെൻസും ആർക്കായിരിക്കും? കൺസൈനിക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റും സെയിൽസ് എക്സ്പെൻസ് 600 പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 6,000ഉം 600ഉം രണ്ടുകൂടെ ചേർന്ന് 6,600 രൂപയാണ് കൺസൈനഡ് എക്സ്പെൻസ്. അപ്പം നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പം കൺസൈനഡ് എക്സ്പെൻസ് എപ്പോഴും കൺസൈനയുടെ പേര് വേണം എഴുതാൻ. അപ്പം ഇവിടെ Y ആണ്, എമൗണ്ട് എത്ര? 6,600. ദെൻ അതിനുശേഷം പറയുന്നത് എന്താണ്? ഇവിടെ 3/4 ഗുഡ്സ് 30,000 രൂപയ്ക്ക് കൺസൈനി വിറ്റു. അപ്പൊ ഇവിടെ കൺസൈനിയാണ് ഗുഡ്സ് വിറ്റത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ സെയിൽസ് എന്നോ ക്യാഷ് ഒന്നോ എഴുതാൻ പറ്റില്ല. കാരണം ഗുഡ്സ് വിറ്റത് കൺസൈനിയാണ്. അപ്പൊ കൺസൈനിയുടെ പേരാണ് എഴുതേണ്ടത്. എമൗണ്ട് എത്ര? 30,000 രൂപ. ക്വസ്റ്റ്യനിൽ പറയുന്നു 30,000 രൂപയ്ക്കാണ് ഗുഡ്സ് വിറ്റത്. ഇനി സെയിൽസ് കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്ത് എഴുതാൻ പറ്റുന്നത് കമ്മീഷൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കമ്മീഷൻ 5% അപ്പൊ എത്ര രൂപയുടെ ഗുഡ്സ് ആണോ വിറ്റത് അതിന്റെ 5%. കമ്മീഷൻ എന്ന് പറയുന്നതും ഒരു കൺസൈൻമെന്റിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? Yക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ Y എന്ന് എഴുതുക. 30,000ന്റെ 5% എന്ന് പറയുമ്പോൾ 1,500 വരും. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് എന്താണ്? പിന്നെ കമ്മീഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പം നമ്മൾ ഇവിടെ 7,500 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസും എപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ വരുന്ന 2 ഐറ്റം. നമ്മുടെ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ട് വരുന്ന 2 ഐറ്റമാണ്. ഒന്ന് സെയിൽസ് എപ്പോഴും നമ്മൾ ആരാണോ വിറ്റത് കൺസൈനിയുടെ പേരിൽ വേണം എഴുതാൻ. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതേണ്ടത് കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എന്നോ എഴുതാം. ഞാനിവിടെ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 7,500. ഇനി ചില ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര രൂപ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എഴുതേണ്ടത് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ക്രെഡിറ്റ് സൈഡിൽ 7,500. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ 2 സൈഡും കൂട്ടുക. എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് എമൗണ്ട് ഉള്ളത് അത് വേണം ടോട്ടൽ കോളത്തിൽ കാണിക്കാൻ. ഇവിടെ 37,500 വരും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്കത് ടോട്ടൽ കോളത്തിൽ 37,500 എന്ന് എഴുതാം. മിക്കവാറും ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ആ 37,500 നിന്നും ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കുറച്ചു. ഒരു 5,400 രൂപയുടെ ഡിഫറൻസ് വന്നു. അപ്പൊ നോക്കിയേ, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ്, അതായത് ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണ്. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് എന്തായിരിക്കും? ഡിഫറൻസ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയുമാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. അപ്പോൾ ഒരു ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് എഴുതേണ്ടത്, ബാക്കി എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എന്നുള്ള കാര്യമാണ് നമ്മളൊന്ന് നോക്കിയത്. അപ്പം എപ്പോഴും ക്ലോസ് സ്റ്റോക്ക് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എന്ന് എഴുതരുത്, കൺസൈൻമെന്റിന്റെ സ്റ്റോക്കാണ്. അതുകൊണ്ട് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എന്ന് അല്ലെങ്കിൽ കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നോ എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക. നമുക്ക് കിട്ടിയത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും.
അപ്പം ഈ ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇനിയുള്ള പ്രോബ്ലം ക്ലോസ് സ്റ്റോക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ക്ലോസ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കമ്മീഷൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ കമ്മീഷൻ പഠിച്ചു, നോർമൽ കമ്മീഷൻ പഠിച്ചു, ഓവർ റൈഡിങ് കമ്മീഷൻ പഠിച്ചു, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ പഠിച്ചു. അപ്പം ഈ ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ എപ്പോഴാണ് വരുന്നത്, അത് വന്നാൽ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.